നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീനാഥ് കാര്യാട്, ഭാരതീയ ധർമ്മ പ്രചാര സഭയുടെ ആചാര്യനാണ്. ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് നവരാത്രി കാലത്ത് എല്ലാ സ്ഥലങ്ങളിലും എഴുത്തിനെഴുത്തും അതുപോലെ നമ്മളുടെ വിജയദശമി ദിവസം വിദ്യാരംഭവും നടക്കുകയാണ്. ഇന്ന് പലപ്പോഴും കാണുന്നൊരു കാഴ്ച, ഈ വിദ്യാരംഭത്തിന് എഴുത്തിനെഴുത്തുന്ന സമയത്ത് മലയാളത്തിൽ 51 അക്ഷരങ്ങളാണുള്ളത്. നമ്മളെ സംബന്ധിച്ച് അക്ഷരം എന്ന് പറയുന്നത് ആശയവിനിമയത്തിനുള്ള ഒരു ലാംഗ്വേജ് അല്ല. ഭാരതത്തെ സംബന്ധിച്ച് ഈശ്വരൻ പ്രപഞ്ചമായി മാറിയതാണ്, അല്ലാതെ ഈശ്വരൻ എവിടെയോ ഇരുന്ന് ഈ ലോകത്തെ ഉണ്ടാക്കിയതല്ല. ഈശ്വരൻ സ്വയമേവ പ്രപഞ്ചമായി മാറിയതാണ്. ആ ഈശ്വരൻ പ്രപഞ്ചമായി മാറിയത് പഞ്ചതന്മാത്രകളിലൂടെയാണ്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ആ പഞ്ചതന്മാത്രകളാണ് പഞ്ച ജ്ഞാനേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളും ആവുന്നത്. അതുകൊണ്ട് ആ ശബ്ദം ഓം ഇത്യേകാക്ഷരം ബ്രഹ്മ തസ്യ വാച പ്രണവ, ഓം എന്ന ശബ്ദമാണ് പ്രപഞ്ചമായി മാറിയത്. അത് പ്രപഞ്ചമായി മാറിയത് 51 അക്ഷരമായിട്ടാണ്. അതുകൊണ്ട് അക്ഷരം നമുക്ക് അമ്മയാണ്. അതുകൊണ്ട് നമ്മൾ മാതൃകാക്ഷരം എന്നാണ് പറയുന്നത്. ആ 51 അക്ഷരത്തിൽ ഒരക്ഷരം പോലും കുറയ്ക്കാനുള്ള അവകാശം നമ്മൾക്ക് ആർക്കുമില്ല. അത് ഋഷിപ്രോക്തമാണ്. ഇന്ന് വിദ്യാരംഭം നടക്കുന്ന സ്ഥലങ്ങളിൽ പ്രധാനമായിട്ട് നമ്മൾ റ് റ് ള് റ് എന്നുള്ള അക്ഷരങ്ങൾ ചൊല്ലിക്കാറില്ല. ഒരു പക്ഷേ ഭാഷയിൽ അത് ഉപയോഗിക്കുന്നുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം. പക്ഷേ ഭാഷ പൂർണ്ണമാവുന്നത് ആ അക്ഷരങ്ങൾ വരുമ്പോഴാണ്. ഈ 4 അക്ഷരത്തെ അമൃതബീജം എന്നാണ് തന്ത്രം പറയുന്നത്. അക്ഷരന്യാസത്തിൽ സ്വന്തം ശരീരത്തിൽ ഇതിനെ നസിക്കുന്നൊരു ക്രമമുണ്ട് തന്ത്രത്തിൽ. അവിടെ നമുക്ക് അക്ഷരം അമ്മയാണ്, നാശമില്ലാത്തതാണ്. അത് മഹാശക്തിയാണ്, പരാശക്തിയാണ്. ആ പരാശക്തിയുടെ മന്ത്രമാണ് 51 അക്ഷരം. അതിൽ 4 അക്ഷരം കുറയ്ക്കുന്ന സമയത്ത് അമ്മയ്ക്ക് വൈകല്യമുണ്ടാവുകയാണ്. അംഗവൈകല്യമുള്ള അമ്മയാണോ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്? പൂർണ്ണ ആരോഗ്യവതിയായ അമ്മയെ വേണം അടുത്ത തലമുറയ്ക്ക് ചൊല്ലിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യം എഴുത്തിനിരുത്തുന്ന എല്ലാ ആചാര്യന്മാരും ശ്രദ്ധിക്കുക. അക്ഷരമാലയിൽ റ് റ് ള് റ് എന്ന അക്ഷരങ്ങളുണ്ട്. ഇതിൽ റ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ വളരെ വിരളായിട്ട് ഉപയോഗിക്കാറുള്ളൂ. ള് നമ്മൾ ക്ലിപ്തം എഴുതാൻ മാത്രമേ മലയാളത്തിൽ ഉപയോഗിക്കാറുള്ളൂ. റ് ഉപയോഗിക്കാറില്ല. പക്ഷെ അത് അക്ഷരമാണ്, ദേവിയുടെ അമൃതബീജമാണ്. അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ഇനി പറഞ്ഞു കൊടുക്കുമ്പം മനഃപ്പാഠത്തിൽ പോലും ഇന്ന് 4 അക്ഷരങ്ങൾ കാണാനില്ല. അത് ഭാഷാ പണ്ഡിതന്മാരോട്, ഋഷീശ്വരന്മാരോട് ചെയ്യുന്ന ഒരു അനാദരവാണ്. ശക്തമായ ഇനി അക്ഷരമാലകളിൽ ഈ 4 അക്ഷരങ്ങളോടുകൂടി 51 അക്ഷരത്തോടുകൂടി കുട്ടികൾ അക്ഷരം പഠിക്കട്ടെ. ഈ പ്രാവശ്യം എല്ലാവരും അത് ശ്രദ്ധിക്കുന്നു കരുതുന്നു. നന്ദി, നമസ്കാരം.